സമാനമായ അനുഭവമായിരുന്നു പാർലമെന്റ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം. പാർലമെന്റ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം ഇന്ത്യൻ മതനിരപേക്ഷത ഒരു വാക്കു മാത്രമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് തെളിയിക്കും വിധമാണ് അർത്ഥനഗ്നരായ ഒരു കൂട്ടം പുരോഹിതന്മാർ ഹൈജാക്ക് ചെയ്ത ഈ പറഞ്ഞ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയൊക്കെ പോലത്തെ ഒരു പരിപാടിയായി പാർലമെന്റ് ഉദ്ഘാടനം മാറി. ഇന്ത്യ പോലെ ബഹുസ്വരതയിൽ അധിഷ്ഠിതമായ ഒരു രാജ്യത്ത്, മതനിരപേക്ഷത ഉദ്ഘോഷിക്കുന്ന ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ഒരു രാജ്യത്ത് സങ്കല്പിക്കാനാവാത്ത വിധമുള്ള ഒരു അശ്ലീലം അരങ്ങേറിയപ്പോൾ നമ്മുടെ മാധ്യമങ്ങൾ എങ്ങനെയാണ് അതിനെ സമീപിച്ചത്? മാതൃഭൂമി അതിന് കൊടുത്ത തലക്കെട്ട് പുതിയ ഇന്ത്യ എന്നായിരുന്നു. എന്താണ് അവർ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പുതിയ ഇന്ത്യ എന്നാണ് ആവേശത്തോട് കൊടുത്ത തലക്കെട്ട്. മനോരമയുടെ തലക്കെട്ട് സമർപ്പണം എന്നായിരുന്നു. സമർപ്പണം എന്നായിരുന്നു തലക്കെട്ട്. ആരും ഇതിനെ വിമർശിക്കാൻ ധീരമായി മുൻപോട്ട് വന്നില്ല. ഇന്ത്യയുടെ ചരിത്രം, ഇന്ത്യയുടെ പാരമ്പര്യം ഇതാണോ എന്ന ചോദ്യം, മതനിരപേക്ഷ രാഷ്ട്രത്തിൽ ഇങ്ങനെയാണോ നടക്കേണ്ടതെന്ന ആശങ്ക ആർക്കും ഉണ്ടായില്ല. ദേശാഭിമാനി അന്ന് കൊടുത്ത തലക്കെട്ട് ഇതല്ല ഇന്ത്യ എന്നായിരുന്നു. ടെലഗ്രാഫിൻ്റെ തലക്കെട്ട് ഇന്ത്യയിലെ മതനിരപേക്ഷവാദികളെ പ്രതീക്ഷയുള്ളവരാക്കി മാറ്റുന്ന കരുത്തുറ്റ തലക്കെട്ടായിരുന്നു. 2023 BC എന്ന തലക്കെട്ടാണ് അവർ കൊടുത്തത്. പക്ഷേ ടെലഗ്രാഫിൻ്റെ എഡിറ്ററായിരുന്ന മലയാളി കൂടിയായ പ്രശസ്ത മാധ്യമ പ്രവർത്തകൻ പിന്നീട് ആ കസേരയിൽ ഉണ്ടായിട്ടില്ല. ആ ഉത്തരവാദിത്വത്തിൽ അദ്ദേഹത്തിന് തുടരാൻ കഴിഞ്ഞില്ല. ഇന്ത്യയിൽ ഇന്ന് മതനിരപേക്ഷ അനുകൂല നിലപാട് സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ എത്രമാത്രം സാഹസികമാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്ന അനുഭവമാണ് ഈ സംഭവത്തിലൂടെ തന്നെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുക.